ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിതയുടെ ഫോണിലേക്ക് ബാലചന്ദ്രൻ വിളിക്കുകയാണ്. അന്നേരം ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് ഫോൺ ബെല്ലടിക്കുമ്പോൾ സുസ്മിത ലിസൺ ഹിയർ, ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലൊക്കെ വെച്ച് കാച്ചുകയാണ്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ബഹളം വെക്കുന്നത് കണ്ട് പത്മാവതി വരുമ്പോൾ എന്ത് വാടിയെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അന്നേരം എൻ്റെ ഫോൺ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഇപ്പോൾ ചില്ല് പൊട്ടിച്ച് എടുത്തെറിഞ്ഞ് അതിൻ്റെ ചില്ല് പൊട്ടിക്കും, അതുവരെ കാണത്തുള്ളൂ, മിണ്ടാ അടങ്ങി കിടന്നോളണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ബാലചന്ദ്രൻ വിളിക്കുകയാണ്. ബെല്ലടിച്ച് കട്ടാവുന്നതുകൊണ്ട് എന്താ എടുക്കാത്തത് എന്നുള്ള ഉദ്ദേശത്തിൽ വീണ്ടും ബാലേന്ദ്രൻ വിളിക്കുകയാണ്. ബാലേന്ദ്രൻ ഫോൺ വിളിക്കുന്നത് രാത്രി ഒരു റോഡിൻ്റെ അറ്റത്ത് വണ്ടി ഒതുക്കിയിട്ട ശേഷമാണ് വിളിക്കുന്നത്. അന്നേരം അവസാനം വീണ്ടും ബെല്ലടിക്കുമ്പോൾ പത്മാവതി അമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ഹലോ എന്നാക്കുമ്പോൾ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്, മറ്റേ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ നമ്പറിൽ ട്രൈ ചെയ്യുന്നതെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് സുസ്മിതയാണ് എന്നുള്ള ഉദ്ദേശത്തിലേക്ക് സംസാരിക്കുകയാണ്. പക്ഷേ സുസ്മിക്കുട്ടിയിൽ നിന്നൊന്നും വിളിക്കുന്നില്ല. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പത്മാവതി അമ്മ. അന്നേരം എന്നെ അങ്ങോട്ട് മനസ്സിലായില്ലേ, നമ്പർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ, ഇന്ന് പിന്നെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ തീർന്ന ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ഏറെക്കുറെ തീർന്നു എന്നൊക്കെ പത്മാവതി അമ്മ പറയുന്നുണ്ട്. അന്നേരം എന്താ ഒരു തണുപ്പം മട്ടിൽ സംസാരിക്കുന്നത്, എന്നോട് എന്താ ഒരു സ്നേഹമില്ലാത്തത് എന്നൊക്കെ ബാലേന്ദ്രൻ തിരിച്ച് സുസ്മിതയാണെന്നുള്ള ഉദ്ദേശത്തിൽ സംസാരിക്കുകയാണ്. സുസ്മിത ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ തന്നെ. തുടർന്ന് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പിന്നീട് തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഉള്ള ശ്രമം പാളിപ്പോയത് കൊണ്ടാണോ എന്നോട് പിണക്കം എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം പത്മാവതി വിചാരിക്കുന്നുണ്ട്, ഇവൻ ആരാ എന്നെ തട്ടിക്കൊണ്ടു പോകാനായിട്ടെന്നും പറഞ്ഞ് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ബാലേന്ദ്രൻ പറയുന്നത്. തുടർന്നും ബാലേന്ദ്രൻ കുറേ സാഹിത്യ ഭാഷയിൽ പ്രേമമൊക്കെ വിളമ്പുന്ന ഇതിലങ്ങ് സംസാരിക്കുകയാണ്. അവസാനം പത്മാവതി അമ്മ പട്ടി നിർത്തണമെന്നും പറഞ്ഞൊരാട്ടാട്ടുമ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ ഇന്ന് ഫോൺ വരെ തെറിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രന് മനസ്സിലാവുകയാണ്. പത്മാവതി അമ്മ അന്ന് ആ വീട്ടിൽ വെച്ച് ചൂല് കൊണ്ട് അടിച്ച സംഭവമൊക്കെ ഓർക്കുകയാണ്. അയ്യോ പത്മാവതി അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അതിന് മുന്നേ നീ ആരാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ബാലേന്ദ്രൻ എന്ന് പറയുമ്പോഴാണ് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുന്നത്. തുടർന്ന് അയ്യോ പത്മാവതി അമ്മയെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ നീ അതല്ല അതിൻ്റെ അപ്പുറവും ചെയ്യുമെന്നും പറഞ്ഞ് പത്മാവതി അമ്മ ബാലേന്ദ്രനെ നല്ല കണ്ണ് പൊട്ടുന്ന ചീത്ത വിളിക്കുകയാണ്. അത് സംസാരം കാണിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട്. അത് കേട്ട് ഫോണൊക്കെ മാറ്റിയൊക്കെ പിടിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അവസാനം വെച്ചിട്ട് പോടാ, ഇനി എന്നെ ഇതിലേക്ക് വിളിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് പത്മാവതി അമ്മ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആകെ ഒരു വിളറി വെളുത്ത് അപമാനിതനായിട്ട് ബാലേന്ദ്രൻ അങ്ങ് ഫോൺ അങ്ങ് ആ സ്റ്റിയറിങ്ങിൻ്റെ അടുത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി ഒരു വർഷത്തേക്ക് ഈ ഫോൺ എടുക്കണ്ട, അത്രയ്ക്ക് മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അതേസമയം പത്മാവതി അമ്മ ഫോൺ വെച്ച ശേഷം സുസ്മിതയോട് ദേഷ്യപ്പെടുകയാണ്. ഇനി ഈ ഫോൺ എങ്ങാനും ബെല്ലടിച്ചാൽ രണ്ടും ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും, നിന്നെയും പൊട്ടിക്കും ഫോണും പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് പത്മാവതി അമ്മ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിലും ആ ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. തുടർന്ന് ബാലചന്ദ്രൻ അങ്ങനെ ആ പോകുമ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ശാരിക റോഡിലൂടെ പോകുന്നത് കാണുന്നത്. പക്ഷേ ശാരികയാണെന്ന് ബാലേന്ദ്രന് മനസ്സിലാകുന്നില്ല. ഇതെന്താ കള്ളിയങ്ങാട്ട് നീലി റോഡിൻ്റെ സെൻറ്ററിൽ കൂടി പോവുകയാണോ എന്നും പറഞ്ഞ് നീട്ടി ഹോൺ അടിക്കുകയാണ് ബാലേന്ദ്രൻ. പക്ഷേ ശാരിക റോഡിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെ നടന്നു പോവുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ ശാരികയുടെ തൊട്ടു പിന്നിലായിട്ട് കൊണ്ട് തന്നെ കാറ് നിർത്തുന്നുണ്ട്. ശാരിക അവിടെ തന്നെ അങ്ങ് സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ചാകാനായിട്ട് ഇറങ്ങിയൊക്കെയാണോ ഒരുമ്പെട്ടവളെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ കാറിൽ നിന്നും ചാടി ഇറങ്ങി ശാരിക അടുത്തേക്കൊന്ന് ചോദിക്കുമ്പോഴാണ് ശാരിക ഇങ്ങനെ മുഖം തിരിഞ്ഞു നോക്കുന്നത്. അന്നേരമാണ് ശാരികയാണെന്ന് ബാലചന്ദ്രന് മനസ്സിലാകുന്നത്. അന്നേരം ശാരിക എന്ന് വിളിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത്, അതെ ചാകാൻ വേണ്ടി ഇറങ്ങിയത് തന്നെയാണ്, തൊട്ടടുത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്, അവിടെ പിന്നെ ട്രെയിനിൻ്റെ ചുളംവിളി കാത്ത് കുറച്ച് സ്വല്പം കിടക്കണം, അപ്പോഴത്തേക്കും ഇദ്ദേഹം ചിന്നിച്ചിതറും, ആ സമയം ഒന്ന് കുറച്ച് തരാനായിട്ട് തന്നെ കൊണ്ട് പറ്റുമോ, കാർ കയറ്റി ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാരിക എന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും നടക്കാൻ പോവുകയാണ്. അന്നേരം ശാരിക കയ്യിൽ കടന്ന് പിടിക്കുന്നുണ്ട് ബാലചന്ദ്രനെ. കൈ വിടടോ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ശാരിക ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശാരിക പെട്ടെന്ന് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അങ്ങ് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാ ചെന്ന് കയറിക്കൂട്, അവിടെ പോയി ട്രെയിനിൽ തലവെച്ച് ശരീരം അങ്ങനെ ചിന്നിച്ചിതറി ചാവുമ്പോൾ തന്നെ തോൽപ്പിച്ചവർക്കൊക്കെ മനസ്താപമൊക്കെ കിട്ടും, അവർ നന്നാവാനൊന്നും പോണില്ല, അവർ തന്നെ ഓർത്ത് ദുഃഖിക്കാനും പോകുന്നില്ല, അവർ ജയിക്കത്തേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ശാരിക ഒരു നിമിഷം നിന്ന്
നിന്ന് ചിന്തിക്കുകയാണ്. അന്നേരം ശാരികയുടെ ആ മാനസികാവസ്ഥ ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ അത് മുതലെടുക്കുകയുമാണ്. അന്നേരം ഇങ്ങനെ മരിക്കുകയല്ല വേണ്ടത്, പൊരുതി നിന്ന് തോൽപ്പിക്കുകയാണ് വേണ്ടത്, അവരുടെ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യണം, അവരെ തോൽപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശാരിക ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് താൻ മരിക്കുകയല്ല വേണ്ടത്, നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് എന്നെ സഹായിക്കാനായിട്ട് തന്നെ കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ പെട്ടെന്ന് ശാരിക ചോദിക്കുമ്പോൾ ഞാനുണ്ട് ശാരിക, ഒരു നല്ല സുഹൃത്തായിട്ട് ഞാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്ക് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. എന്തെങ്കിലും അടിമുടി നോക്കുമ്പോൾ ശാരികയുടെ ശരീരത്തെ കണ്ണു വെച്ചൊന്നും അല്ല, ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ കൂടെ നിൽക്കുക, ആളും അർത്ഥവും എറിഞ്ഞ് കളിക്കും ഈ ബാലചന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്ക് കുറച്ച് വിശ്വാസം വരികയാണ്. വിഷ്ണുവും ശാലിനിയുമാണ് എൻ്റെ ശത്രുക്കൾ, ശാരികയുടെയും ശത്രുക്കൾ ഇപ്പോൾ അവരാണെന്ന് എനിക്കറിയാം. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും അവർ തോൽക്കണം, അതിന് ശാരിക എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്കും അതേ ഒരു ദേഷ്യം വിഷ്ണുവിനും ശാലിനിയോടും ഉണ്ടല്ലോ. പക്ഷെ ബാലചന്ദ്രൻ പറഞ്ഞതൊക്കെ ശാരിക വിശ്വസിക്കുകയാണ്. തുടർന്ന് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ശാരിക ബാലചന്ദ്രൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് പോയി കയറിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ അങ്ങ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രൻ കാറിലേക്ക് ചെന്നിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ് തുറന്നിട്ട് ശാരികയെന്ന് വിളിക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം തുടർന്ന് ബാലചന്ദ്രൻ വണ്ടിയിൽ കയറി വണ്ടി എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ പോകുന്നവഴും ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന ശേഷവും ശാരിക ഇങ്ങനെ അടിമുടി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ബാലചന്ദ്രൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ എന്താണെന്ന് മുന്നോട്ട് പോകുമ്പോൾ അറിയാം. തുടർന്ന് ബാലചന്ദ്രൻ ശാരികയും കൊണ്ട് കുടുംബശ്രീ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ചെന്ന് വണ്ടി നിർത്തി അവർ ഇറങ്ങുന്നുണ്ട്. അന്നേരം വാതിലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അവരാരും അറിഞ്ഞിട്ടില്ല ശാരിക ഇറങ്ങിപ്പോയത്. തുടർന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശാരിക ഇറങ്ങിപ്പോയത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്ന്. ശാരികയ്ക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിനുള്ള കാരണക്കാർ വിഷ്ണുവും ശാലിനിയുമാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു, അത് സത്യമായല്ലോ എന്ന്. അന്നേരം വിഷ്ണുവും ശാലിനിയും മാത്രമല്ല അമ്മയും ശ്യാമയും എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു ജന്മം മുഴുവൻ ഞാൻ ഈ ഹോട്ടലിന് വേണ്ടി തൊലച്ചിട്ടും എന്നെ ആർക്കും ഒരു വിലയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം, അവരെല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാം. നാളെ രാവിലെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാരണത്തിരുന്ന് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ശാരിക സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, ശാരിക ഗേറ്റ് കിടന്ന് വെളിയിൽ പോയിട്ടില്ല, ഗുഡ് നൈറ്റ്, നമ്മൾ കണ്ടിട്ടുമില്ല, ഈ രാത്രി നമ്മൾ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരിക അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് അകത്ത് കയറി വാതിൽ തുറക്കുമ്പോൾ ശാരിക വെളിയിൽ നിന്ന് ചാരിയിട്ടാണല്ലോ പോയത്. അകത്ത് കയറിയ ശേഷം ശാരിക ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ ഇങ്ങനെ തലകുലുക്കി ചിരിക്കുകയാണ്. തുടർന്ന് ശാരികയും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ശാരികയും അകത്ത് കയറി പോവുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ വണ്ടിയിലേക്ക് കയറാൻ നേരം കുടുംബശ്രീ ഹോട്ടലും എല്ലാമൊക്കെ നോക്കി ഒരു വല്ലാത്തൊരു ചിരിച്ചിട്ട് എന്തൊക്കെയോ മനസ്സിലങ്ങ് കണക്ക് കൂട്ടലുകളാണ് ശാരിക വെച്ചിന് നേടാമെന്നുള്ളത്. അതിനുശേഷം ബാലചന്ദ്രനും പോകുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ പ്രീതിയെ റെഡിയാക്കുകയാണ് അർജുൻ. മുഖത്തെ വീർപ്പൊക്കെ തുടച്ച് പൗഡർ ഇടുകയും ഐബ്രോ വെച്ച് പിരിയം വരയ്ക്കുകയും തല ഓതി കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ വളരെ സങ്കടത്തോടു കൂടിയാണ് അർജുൻ ഇതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം മുഖം ഇങ്ങനെ അർജുൻ്റെ നേരെ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ നല്ല സുന്ദരി കുട്ടിയായി എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊന്നിൻകുടത്തിന് ഒരു പൊട്ട് കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് അർജുൻ എഴുന്നേറ്റ് നിന്ന് പ്രീതി ഇങ്ങനെ മുഖം മൊത്തം നോക്കുകയാണ്. എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സിന്ദൂരം എടുത്തിട്ട് പ്രീതിയുടെ സീമന്ത രേഖയിലേക്ക് അത് തൊട്ടുപിടിക്കുകയാണ്. അന്നേരം അർജുൻ്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അതങ്ങ് ആ തോളിൽ കിടക്കുന്ന തോർത്ത് വെച്ച് അതൊക്കെ തുടക്കുകയാണ് അർജുൻ. അതിനുശേഷം പ്രീതിയുടെ മുഖം ഇങ്ങനെ പിടിച്ചുയർത്തിയിട്ട് കവിളിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അർജുൻ. ഈ സമയത്താണ് വസുമതി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന വസുമതി ആകെ ദേഷ്യത്തിൽ ഹാളിലേക്ക് വന്നിട്ട് അർജുനെ മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ്. അന്നേരം അമ്മയാണല്ലോ എന്നും പറഞ്ഞ് അർജുൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പിള്ള രാഘവൻ നായരെയും കൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. ആര് വസുമതിയോ ഇങ്ങോട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം വസുമതി ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പൊന്നിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വീണ്ടും അർജുനെ മുകളിലേക്ക് നോക്കി വിളിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം പ്രീതി എന്ന് പറഞ്ഞ് പ്രീതിയെ നേരേക്ക് എടുത്ത് കിടത്തിയിട്ട് അർജുന ലാൻഡിങ്ങിലേക്ക് വരികയാണ്. അന്നേരം ഇങ്ങോട്ട് ഇരിക്കാമെന്ന് വീണ്ടും രാഘവേട്ടൻ പറയുമ്പോൾ വേണ്ട രാഘവേട്ട ഒത്തിരി തിരക്കുണ്ട് എന്ന ദേഷ്യത്തോടെ തന്നെയാണ് വസുമതി പറയുന്നത്. തുടർന്ന് എന്താ അർജുനെ മോളിൽ നിന്ന് കാണുമ്പോൾ അർജുൻ വന്ന് വണ്ടി കയറെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് അർജുൻ പറയുകയാണ് മോളിൽ നിന്ന് തന്നെ. അന്നേരം നീ LKG പഠിക്കുന്ന കുട്ടിയല്ല, കാര്യപരമുള്ള ആളാണ്, മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞതെന്നും പറഞ്ഞ് ആ തോളിൽ കിടന്ന തോർത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആ സ്റ്റെയറിൻ്റെ കൈവേലിലേക്ക് ഇട്ടിട്ട് താഴേക്ക് അർജുൻ വരുന്നുണ്ട്. തുടർന്ന് അർജുൻ വന്ന് സത്യഭാമയോട് പറയുന്നുണ്ട് ഞാൻ LKG പഠിക്കുന്ന കുട്ടിയല്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ വിവേചന ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നിനക്കില്ലാതെ പോയി, ജീവനുണ്ട് എന്നറിയാനായിട്ട് ഒരു ശ്വാസം മാത്രം പുറത്തേക്ക് വിട്ട് കഴിയുന്ന ഒരു പെണ്ണിൻ്റെ ബെഡ് പാൻ മാറ്റാനും ഉടുതുണി മാറി ഉടുപ്പിക്കാനും ഒക്കെ ആയിട്ട് എല്ലാം വരെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയെന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് അർജുൻ. അന്നേരം എന്താ വസുമതി ഇത് എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ രാഘവേട്ടന് വിഷമം ഉണ്ടാകുമെന്നറിയാം,
ഇവ ഇങ്ങനെ ഒരു ജീവച്ഛവമായിട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിന്നെ വസ്ത്രങ്ങൾ കഴുകാനും എല്ലാത്തിനും കാര്യങ്ങളൊക്കെ നോക്കാനുമായിട്ട് ഇവനെ ഇവിടെ നിർത്തേണ്ട, ഇവൻ എന്തിനാണ് നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവനൊരു കല്യാണ ആലോചനയുമായിട്ട് പെരുവന്താനം വരെ പോകേണ്ടതുണ്ട്, വ്യാഴാഴ്ചയാണ്, ഇവനോട് ഞാൻ വിളിച്ചു പറഞ്ഞതാണ്, അതിന് പോകണം എന്നിങ്ങനെ പറയുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് രാഘവൻ നായർ. അന്നേരം അർജുൻ അത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അർജുൻ അങ്ങനെയൊക്കെ വസുമതിയോട് സംസാരിച്ചത്. തുടർന്ന് ഇതൊക്കെ അതിനിപ്പോ ആര് എതിര് നിന്നു, എന്താ ഇതൊക്കെ എന്നൊക്കെ വീണ്ടും രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഒരാളിങ്ങനെ കോമാവസ്ഥയിൽ കിടക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പെരുമാറ്റവും സഹതാപവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവിതം ഇങ്ങനെ തുലയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പത്മാവതി അമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് നിങ്ങളുടെ ഭാര്യ എവിടെ, എല്ലാത്തിനും കാരണക്കാരിയായ നിങ്ങളുടെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുകയാണ്. സത്യഭാമ എവിടെയും ചോദിക്കുമ്പോൾ അവളൊരു ജ്യോത്സ്യനെ കാണാനായിട്ട് പോവുകയാണ്, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ ഏറ്റവും വലിയ ദോഷം നിങ്ങളുടെ ഭാര്യ സത്യഭാമ തന്നെയാണ് എന്നിങ്ങനെ വസുമതി അങ്ങ് തുറന്നടിക്കുകയാണ്. നിങ്ങൾ അവളെ എടുത്ത്, നിങ്ങളുടെ ഭാര്യ എടുത്ത് കിണറ്റിലിടാൻ നോക്കി, നാടും വീടും ഒക്കെ ഒന്ന് നന്നാകട്ടെ എന്ന് പറയുമ്പോൾ രാഘവൻ നായർക്ക് മറുപടിയില്ല. അർജുനാണെങ്കിൽ തലയെ നിൽക്കുകയാണ്. അമ്മ ഈ പറയുന്നതൊക്കെ കേട്ട് ഒട്ടും മനസാക്ഷി ഇല്ലാത്തവളാണ് അവള്, സ്വന്തം പേരെ കുഞ്ഞിനെ തെരുവിലേക്ക് ഇറക്കി വിട്ടു, അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു, അത് ആ പാവം പെൺകുട്ടി പ്രീതിയെ ഓർത്താണ്. ഇനിയെങ്കിലും ആ സുസ്മിതയുടെ തനി സ്വഭാവം സത്യഭാമ മനസ്സിലാക്കുമെന്ന് കരുതി. പക്ഷെ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല. പ്രീതി ഇനി കോമാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സത്യം പറയാൻ ശ്രമിച്ചാലും തലയ്ക്ക് ഒരു അടി കൊടുത്ത് അവളെ വീണ്ടും കോമാവസ്ഥയിലേക്ക് തന്നെ ആക്കും. സുസ്മിത അവരുടെ പൊന്നെ ചക്കരി എന്നുള്ള വാക്കിലൊക്കെ വീണ് സത്യഭാമ വീണ്ടും ഇങ്ങനെ മോളെ പോലെ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, അവളെ മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പരിഹസിക്കുകയാണ് ഭാമയെ സുസ്മിത. സത്യം അത് തന്നെയാണ്, വസുമതി പറയുന്നതൊക്കെ തന്നെയാണ് സത്യം. അത് രാഘവൻ നായർക്കും അർജുനും എല്ലാവർക്കും അറിയാം. പക്ഷേ ഭാമ മാത്രം അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ കാര്യം. ഭാമ സുസ്മിതയ്ക്കെതിരെ കൊടുത്ത ഒരു മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുസ്മിതയ്ക്ക് ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ അവൾ ഇപ്പോൾ പോയി ജയിലിൽ കിടന്നേനെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മകൻ ഒരു കേസിൽ തോറ്റു, ജീവിതത്തിൽ മാത്രമല്ല അവൻ്റെ കരിയർ ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ വേണ്ടിയിട്ട്. ഇനി അവനെ ഇങ്ങനെ ഇടാനായിട്ട് സാധിക്കില്ല. രോഹിത് ബലമായിട്ട് സുസ്മിതയെ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ വീണ്ടും മോളേന്നും പറഞ്ഞ് സുസ്മിതയെ ഭാമ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്നേനെ. അപ്പോഴും നിങ്ങളെ ധൃതരാഷ്ട്രയെ പോലെ ഇങ്ങനെ ചക്ര കസേരയിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരുന്നേ എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർക്ക് ഉത്തരമില്ല. അർജുനാണെങ്കിൽ രാഘവൻ നായരെ നോക്കി ഇത് എന്താന്നൊക്കെ അങ്ങ് കൈ കൊണ്ടൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭാമയുടെ അഹങ്കാരത്തിന് ഞാൻ കൂടി കുട പിടിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സുസ്മിതയും ഭാമയും തമ്മിലുള്ള കോമാളി നാടകം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. എൻ്റെ മകൻ അവൻ്റെ ജീവിതം ഇനി നിങ്ങളുടെ കോമയിൽ കിടക്കുന്ന മകളുടെ വിഴുപ്പ് ചുമക്കാനായിട്ട് ഹോമിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവനൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മകളും ഇവനും തമ്മിൽ സന്തോഷകരമായ ജീവിതമായിരുന്നില്ല, ദാമ്പത്യ ജീവിതവും സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ മകനെ ഇനി നിങ്ങൾക്ക് വിട്ടുതരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അങ്ങ് പച്ചയ്ക്ക് സുമതി സംസാരിക്കുമ്പോൾ രാഘവൻ നായർക്ക് മിണ്ടുന്ന ഉത്തരമില്ല. അന്നേരം അമ്മയെ ഇങ്ങനെ ഉറക്കെ ദേഷ്യത്തിൽ വിളിക്കുകയാണ് അർജുൻ. ആ ഒരു വിളിയിൽ വസുമതി ഇങ്ങനെ അർജുനെ നോക്കി നിൽക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിനിടയ്ക്കൊക്കെ ഭാമ കാണാൻ പോയ ജ്യോത്സ്യനെ കാണിക്കുന്നുണ്ട്. അതൊരു കറക്റ്റ് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ജോഹറെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് ഒരു ഹോമകുണ്ടവും ഒരു ജ്യോത്സ്യൻ്റെ ഒരു നിഴൽ അങ്ങനെയുള്ള ഒരു രൂപം മാത്രമാണ് കാണിക്കുന്നത്. ഇനി അതെന്താണെന്ന് ഇനി അടുത്ത എപ്പിസോഡിൽ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.